നമസ്കാരം, ഓട്ടോവാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാ സ്റ്റാൻഡിൽ, എടപ്പാളുള്ള എത്ര സ്റ്റാൻഡുകളിൽ നമ്മുടെ EDL രജിസ്ട്രേഷനുള്ള വണ്ടികളായിട്ട് ചെല്ലാം, ഓടാം, പിന്നെ നാട്ടുകാർക്ക് എവിടെ നിന്നൊക്കെ വണ്ടികൾ വിളിക്കാം, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാൻഡിലെയും രീതികൾ, എന്താണ് എല്ലാ സ്റ്റാൻഡിലും ഓരോരോ നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാര്യം ഇതിൽ നാട്ടുകാർക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ സുഖമില്ലാത്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ സഹായിക്കപ്പെടേണ്ട കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക, കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഓട്ടോക്കാരുടെ എന്താ പറയുക ജീവിതം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ ആദ്യം ഞാൻ ഓടുന്നത് തൃശ്ശൂർ സ്റ്റാൻഡിലാണ്, തൃശ്ശൂർ റോഡിലെ സ്റ്റാൻഡിലാണ്. അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും നമുക്ക് ആദ്യം കാണാം. അപ്പോൾ ഇതാണ് തൃശ്ശൂർ റോഡിലെ സ്റ്റാൻഡ്. ഇതാണ്, ഇവിടുന്നാണ് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പ് തുടങ്ങുന്നത്. ഈ നിരയിൽ നേരെ കിടക്കുന്നതാണ് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഗ്യാപ്പിൽ നിന്ന് മാത്രമേ വണ്ടി പോകാൻ പാടുള്ളൂ. ഞാനത് ഇവരോട് തന്നെ ചോദിക്കാം. ആയിക്കോട്ടെ, ഇത് പറയും ഈ സ്റ്റാൻഡിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്യാപ്പിൽ നിന്ന് എങ്ങനെയാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു തന്നെ പറയ്. സീനിയർ, അതായത് ഫസ്റ്റ് ഗ്യാപ്പിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് പോവുക, അതിൻ്റെ ഇടയ്ക്കൊന്ന് ഒന്നും പോകാൻ പാടില്ല അല്ലേ? ഇടയ്ക്കൊന്ന് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഇവിടുത്തെ നിയമം? എന്താണ്? 5 ദിവസത്തെ കട്ട് കൊടുക്കും. അതാണ് ഇവിടുത്തെ നിയമം. അത് എല്ലാവരും പാലിക്കണില്ലേ? ഈ സ്റ്റാൻഡിൽ എല്ലാവരും ഇത് പാലിക്കണില്ലേ? പിന്നെ 2 വണ്ടി നമ്മൾ അമാനയിലേക്ക് വിട്ടു കൊടുക്കണില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? അതെവിടുന്ന വിട്ടു കൊടുക്കുക? ആദ്യം അത് പറഞ്ഞേ. സ്റ്റാൻഡിൽ നിന്ന് എങ്ങനെ പോകേണ്ടത്? അതായത് ഈ ഫസ്റ്റിലെ 4 വണ്ടി കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് താല്പര്യമുള്ള 2 വണ്ടിക്ക് അമാനയെ കൊണ്ടിടാം. അതല്ലേ ഇവിടുത്തെ നിയമം? അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. ഇവിടെ ഫസ്റ്റ് ഗ്യാപ്പിൽ നിന്ന് ഒരു വണ്ടി പോകും, അത് കഴിഞ്ഞിട്ട് 4 വണ്ടി കഴിഞ്ഞ് 5ാമത്തെ വണ്ടി തുടങ്ങിയിട്ട് അമാനയിൽ നമ്മൾ 2 വണ്ടി വിട്ടു കൊടുക്കേണ്ട കാര്യം. അവിടുത്തെ ആൾക്കാർക്ക് സുഖമായിട്ട് പെട്ടെന്ന് വണ്ടി കിട്ടാൻ വേണ്ട പല സമയത്തും ഇവിടുന്ന് പോകാൻ വണ്ടികൾ ചിലപ്പോൾ കുറവായിരിക്കുള്ളൂ. അപ്പോൾ പുറത്തുനിന്നുള്ള വണ്ടികൾ അവിടെ ഉപയോഗിക്കേണ്ട. അതായത് അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ എല്ലാ എടപ്പാളത്തെ വണ്ടിയിൽ നിന്നാണ്. പക്ഷേ ഇത് പല സ്ഥലത്തുനിന്ന് തന്നെ, പൊന്നാനിയിൽ നിന്ന് തന്നെ വണ്ടിക്കാരുണ്ട്, പല സ്ഥലത്തുനിന്നും തന്നെ വണ്ടിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എടപ്പാൾ ഞങ്ങളുടെ ഇവിടുത്തെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലിടും, ഇന്ന സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോൾ ആദ്യത്തെ അമാനയെ പോക്കുന്നത് ഞാൻ തന്നെയാണ്. ഇത് ഇവിടുന്ന് 5ാമത്തെ വണ്ടിയാണ് എൻ്റെ വണ്ടി. 5ാമത്തെ വണ്ടിയായിട്ട് ഞാൻ അമാനയെ പോവാണ്. ബാക്കി നമുക്ക് അമാനയിൽ ചെന്നിട്ട് അവിടെ വണ്ടി ഇടുന്ന രീതി, അവിടുത്തെ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ അത് ഇങ്ങനെയാണ്. അമാനയിൽ കൊണ്ടുവന്നിട്ട് 2 വണ്ടി ഇടാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കാര്യം ഇവിടുത്തെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. കസ്റ്റമേഴ്സിന് പെട്ടെന്ന് വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന വണ്ടികൾ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. മിക്ക സമയത്തും ഞങ്ങൾ ഇവിടെ ഉണ്ടാവാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വണ്ടി കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാറില്ല. ഇത് അമാനമാളുകാരും ഞങ്ങളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 2 വണ്ടി ഇടാനുള്ള ഒരു അനുമതി കിട്ടിയതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ 10:15 ഈ സമയത്ത് ഇങ്ങോട്ട് ആരും വരില്ല. കാര്യം കച്ചവട സ്ഥാപനമല്ലേ, ഇവിടെ ആൾ വന്നാലല്ലേ നമുക്ക് ഓട്ടം കിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രയും നേരത്തെ വന്നതാണ്. അല്ലെങ്കിൽ ഒരു 11 മണിയോട് കൂടിയിട്ടൊക്കെ ഞാനിങ്ങോട്ട് വരാറുള്ളൂ. ഒട്ടുമിക്കവരും അങ്ങനെ തന്നെ വരാറുള്ളൂ. അവിടെ വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി വരാൻ, അവിടെ വണ്ടി ചിലപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വണ്ടി ആരും വരാറില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള വണ്ടി വിളിക്കും. എനിക്ക് നിങ്ങൾ നാട്ടുകാരോട് പറയാനുള്ളത്, പുറത്തുനിന്നുള്ള വണ്ടി വിളിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ തിരിച്ച് കിട്ടാനായിട്ട് ചിലപ്പോൾ അവർക്ക് തന്നെ അറിയില്ല ഇത് ആര് മറന്നു വെച്ചാണെന്നുള്ളത്. നിങ്ങളുടെ ചിലപ്പോൾ ഒരു പാദസരമായിരിക്കുക, അല്ലെങ്കിൽ ഒരു മാലയായിരിക്കുക, പേഴ്സായിരിക്കുക. ഇതിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏത് വണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ EDL എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ ഉണ്ട്. EDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പാൾ രജിസ്ട്രേഷനാണ്, ചങ്ങരംകുളം പോലീസ് എന്ന് എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സംഭവമുണ്ട്, അത് നോക്കുക. ഇനി അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പേര് നോക്കുക. ഇനി അത് വണ്ടിയുടെ ഡ്രൈവറെ ശ്രദ്ധിക്കുക, ഇത് ആരാണ് എന്താണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെല്ലുക. ഇപ്പോൾ ഈ EDL എന്നുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ റോഡിൽ നിന്നുള്ള വണ്ടിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇവിടെ ക്യാമറ ഉണ്ട്, ചില വണ്ടി ക്യാമറയിൽ ഡ്രൈവർമാരെയൊന്നും കാണാറില്ല. പോലീസുകാർ തന്നെ ഞങ്ങൾക്ക് വന്നിട്ട് ക്യാമറ കാണിച്ചിട്ട് ഇതാരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കിട്ടൂല എന്നല്ല ഞാൻ പറയണത്, കുറച്ച് താമസിക്കും. ഇപ്പോൾ ഒരു 10,000 രൂപ നിങ്ങളൊരു അത്യാവശ്യത്തിന് വെച്ച കാശാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള വണ്ടി മാക്സിമം വിളിക്കാതിരിക്കുക. ഇവിടെ തന്നെയുള്ള വണ്ടി അമാനക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും, ഇത് ഇവിടെ ഉള്ളതാണോ പുറത്തുള്ളതാണെന്ന് അവർ പറഞ്ഞുതരും. അങ്ങനെ വിളിക്കുക. പിന്നെ പുറത്തുനിന്നുള്ള വണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ 10:15 ഞാൻ പോണ സമയം എപ്പോഴാണ് നിങ്ങളെ കാണിച്ചു തരാം. അത്രയും നേരം നമ്മളിവിടെ ഒരു ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കണം. കാര്യം നിങ്ങൾക്കും കൂടി എളുപ്പം വണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ
അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, അത് നാട്ടുകാരും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതറിയാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.